എനിക്കൊരു വലിയൊരാളെ കുറിച്ച് പറയാനുണ്ട്. റോബിൻ. ഞാൻ അങ്ങയുടെ വീട്ടിൽ വന്നപ്പോൾ കണ്ടതാണ് അങ്ങേക്ക് റോബിൻ എന്ന വളർത്തു നായോടുള്ള സ്നേഹവും കരുതലും. അങ്ങ് ഭക്ഷണം കഴിച്ചിട്ട് റോബിന് അങ്ങേ കൈകൊണ്ട് തന്നെ കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങയുടെ ഈ മുഖം അധികം ആർക്കും അറിവുള്ളത് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങേക്ക് എല്ലാ വളർത്തു മൃഗങ്ങളെ ഇഷ്ടമാണോ, അതോ കുഞ്ഞുനാളിൽ തുടങ്ങിയാണോ ഇത്, അതോ നായകളോട് മാത്രമാണോ ഇഷ്ടം? കാര്യം ഇത് റോബിന്റെ ഒരു അവകാശം പോലെയാണ് അങ്ങയുടെ കയ്യിൽ നിന്നൊരു ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. അത് മൃഗങ്ങളോടും പക്ഷികളോടും ഒക്കെ നല്ല ബന്ധം നമ്മൾ പുലർത്തിയാൽ അവരതേ രീതിയിൽ പ്രതികരിച്ചുകൊണ്ടിരിക്കും. ഞാനിവിടെ നമ്മുടെ സഹായിയായിട്ടുള്ള മുരുകേഷനുണ്ട്. മുരുകേഷനോട് പറഞ്ഞു, ഇവിടെ കാക്കകൾ വരും, കാക്കക്ക് നീ ഭക്ഷണം കൊടുക്കണമെന്ന്. ഇപ്പൊ എന്താ ചെയ്യുന്ന പറഞ്ഞാൽ ഒരു കാക്ക അവന്റെ കയ്യിൽ നിന്ന് ഭക്ഷണം എടുക്കും. അപ്പൊ കയ്യിൽ നിന്ന് അങ്ങനെ നേരിട്ട് കൊടുക്കണ്ടെന്ന് ഇപ്പൊ ഞാൻ പറഞ്ഞു, എറിഞ്ഞു കൊടുത്താൽ മതി. കാരണം എന്തെങ്കിലും രോഗം പകർന്നെങ്കിലും വിഷമാണല്ലോ. പക്ഷെ നേരെ കയ്യിൽ നിന്ന് എടുക്കുക ആ കാക്ക വന്നിട്ട്. അതാണ് ആ ബന്ധം എന്ന് പറയുന്നത്. ഇവിടെ ഒരു ക്ലിഫ് ഹൗസിന്റെ മുമ്പിൽ ഒരു ഫൗണ്ടൻ ഉണ്ടല്ലോ. ആ ഫൗണ്ടൻ സാധാരണ രാവിലെയാണ് നമ്മുടെ ഇടയിൽ. ഒരു ദിവസം ഇങ്ങനെ തോന്നിയപ്പോൾ ഞാൻ പറഞ്ഞു അത് വൈകുന്നേരം ഒന്ന് ഇട്ട് നോക്കുമെന്ന് പറഞ്ഞു. ഒരു 6 മണിക്ക്. അപ്പോൾ പക്ഷികൾ കൂടുന്ന സമയമായിരുന്നു. ഇവരെല്ലാവരും വന്ന് എന്തൊരു സന്തോഷമാണെന്നറിയോ. അവർ കുളിച്ച് ഒരു കുളിയുണ്ടാവും. ആ കുളിയെല്ലാം കഴിഞ്ഞിട്ട് ഒരു സദസ്സുണ്ട് അവിടെ ഇരുന്നിട്ട്. അങ്ങനെ എല്ലാം കുളി കഴിഞ്ഞിട്ട് അവര് കൂട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നായയുടെ കാര്യം പറഞ്ഞാൽ വലിയ അത്ഭുതകരമായ കഥ എൻ്റെ അടുത്തുണ്ട്. ഞാൻ ആദ്യമുള്ള എൻ്റെ ചെറുപ്പകാലം വീട്ടിൻ്റെ സൈഡിലൂടെ ഒരു കൂട്ടർ പോവുകയാണ്. പഴയ തവളയെ പിടിക്കുന്നവരാണ്, നാട്ടുകാരല്ല. അതെ. അവരുടെ കൂട്ടത്തിലുള്ള ഒരു പട്ടി, ചെറിയ പട്ടിയാണ്. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് വന്നു. അപ്പോൾ അവരങ്ങ് പോയി. അപ്പോൾ ഇത് ഒരു പട്ടി. അപ്പോൾ എൻ്റെ ജ്യേഷ്ഠനുണ്ട്. ജ്യേഷ്ഠൻ പറഞ്ഞു അതവിടെ നിന്നോട്ടെ, വന്നതല്ലേ അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു. അത് പിന്നെ വീട്ടിൽ വളർന്നു. വേറെ ശാസ്ത്രീയ വളർത്തലൊന്നുമല്ല, നാടൻ പട്ടി എന്ന രീതിയിൽ പാട്ടുകയാണ്. ആ പട്ടിയുടെ ഒരു കഥയാണ് ഞാൻ പറയുന്നത്. ഒരു ദിവസം അമ്മയുടെ അടുത്ത്, അടുക്കളയിലെ അമ്മയുടെ അടുത്ത് പോയിട്ട് ഇതൊന്ന് മുരണ്ട് ചെറിയ മുട്ടൽ കുരച്ചു, മുണ്ടൊന്ന് കടിച്ചു വിരിച്ചു. അപ്പോൾ അമ്മ ചീത്ത പറഞ്ഞു. അപ്പം ഇതിന് അമ്മയുടെ അടുത്ത് യേശുന്നില്ല എന്ന് തോന്നി. നേരെ അവിടെ നിന്ന് ഇറങ്ങി ആ വീട്ടിൻ്റെ തൊട്ട് പിന്നിലുള്ള ഒരു വീടുണ്ട്. അവിടെ ഒരു നാണി എന്ന് പറയുന്ന സ്ത്രീയുണ്ട്. ആ സ്ത്രീയുടെ അടുത്ത് പോയി ഇതേ കാര്യം അവരോട് ചെയ്തു. അപ്പോൾ അവർ കുറച്ച് പോസിറ്റീവായിട്ട് എടുത്തു. ഇതൊരു പെൺപട്ടിയാ, എന്താ മോളെ എന്നെല്ലാം പറഞ്ഞിട്ട്. അപ്പോൾ മുണ്ടിങ്ങനെ കടിച്ച് വലിച്ച് നടന്ന് ഈ വീട്ടിൻ്റെ പിന്നിലൂടെയാണ് വരേണ്ടത്. അപ്പോൾ വീട്ടിലെ അവസ്ഥ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ വീടിൻ്റെ മുറ്റം അത് കഴിഞ്ഞിട്ടൊരു പ്ലാറ്റ്ഫോം പോലെയാണ് കിണറിൻ്റെ. ആ പ്ലാറ്റ്ഫോമിന് കഴിഞ്ഞാൽ ഒരു കല്ലിങ്ങനെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ അപ്പുറം കിണറാണ്. അപ്പോൾ വലിയ ആൾമറയുള്ള കിണറല്ല നടത്തും. ഇവള് ഈ നാണി നടന്നു വന്ന് വടക്ക് മുറ്റത്തെത്തിയപ്പോൾ കാണുന്നത് ഇവളെ മുട്ടിലഴഞ്ഞു വരുന്ന കുട്ടിയുണ്ട്. ആ കുട്ടി ഈ പ്ലാറ്റ്ഫോം കയറിയിട്ട് ഈ ഒറ്റക്കല്ലുണ്ടല്ലോ, ആ കല്ല് പിടിച്ചിട്ട് ഇങ്ങനെ കിണറിലേക്ക് നോക്കുന്നതാണ്. പിന്നെ എന്താ പറയേണ്ടത്? അങ്ങനെ അത്ഭുതകരമായ രക്ഷപ്പെടൽ. പിന്നെ അവൾക്ക് ഈ പട്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ്. അങ്ങനെ കഴിവുള്ള പട്ടികളുണ്ട്. ആ പട്ടി തന്നെ ഒരു ദിവസം ഞാനിങ്ങനെ, സാധാരണ ആ കാലത്തൊരു ശീലം, പുറത്തു പോയാൽ ചെരുപ്പുണ്ടായാലും ചെരുപ്പില്ലെങ്കിലും, ചെരുപ്പില്ലാത്ത കാലമാണ് അധികവും, കാല് കഴുകിയിട്ട് അകത്തോട്ട് വീട്ടിലേക്ക്. അങ്ങനെയാണ് ഒരു ശീലം. ഒരു കോലായിലേക്ക് കയറുമ്പോൾ ഉള്ളൊരു വലിയ കല്ലുണ്ട്, അതിൻ്റെ നിന്ന് കാല് കഴുകി അതിന് വെള്ളം ഇവിടെ വെച്ചിട്ടുണ്ടാകും. അപ്പോൾ ഞാനൊരു ദിവസം ചെന്നപ്പോൾ വെള്ളം അവിടെ ഇല്ല. അകത്ത് പോയി വെള്ളം എടുത്തിട്ട് വന്നിട്ട് പിന്നെയും കഴുകും. അകത്ത് പോയി പിന്നെ വെള്ളവും പാത്രവും എടുത്ത് വന്ന്, കിണ്ടി എന്നാ പറയാ നമ്മൾ, കിണ്ടിയും വെള്ളം എടുത്ത് വന്ന് പിന്നെ കാല് കഴുകാനാണ് വരുന്നത്. പട്ടി വിടുന്നില്ല. പട്ടി ഭയങ്കര തടസ്സം. അപ്പൊ എന്താ പ്യാസി എന്ന് അതിന്റെ പേര്, എന്താ എന്നെല്ലാം പറഞ്ഞിട്ട് ഈ വിളക്ക് തൂക്കിയിട്ടുണ്ട്. തൂക്കിയ വിളക്കെടുത്ത് ഞാനിങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ഈ കല്ലിൻ്റെ മേലെ വലിയൊരു പാമ്പ്, കരിവേലിപ്പട്ടാന്ന് പറയും, ആ പാമ്പ് ഇങ്ങനെ കിടക്കുകയാണ്. നമ്മൾ കണ്ടതോടുകൂടി പട്ടി പോയി. പിന്നെ ആ കാലാണല്ലോ, ഇന്നത്തെ പോലെ പാമ്പിനെ സംരക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല, തല്ലിക്കൊന്നു. അതാണ്, അത്രയും കഴിവുള്ള പട്ടികളുണ്ട്. അതിൽ നിന്നൊരു പട്ടി സ്നേഹം ഉണ്ടായിരുന്നു പറയാം. റോബിനെ അങ്ങയോടുള്ള ഒരു അങ്ങേക്ക് റോബിനോടുള്ള സ്നേഹം